ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. അതിരാവിലെ വിശ്വാസികൾ പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും പെരുന്നാൾ നമസ്കാരത്തിനായി ഒഴുകിയെത്തി. അദമ്യമായ ദൈവസ്നേഹത്താൽ സ്വന്തം പുത്രനെ പോലും ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ മഹത്തായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ. UAE-യിൽ 3 ഇടങ്ങളിൽ മലയാളത്തിൽ കുത്തുബ നിർവഹിക്കുന്ന ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു. ഈദ്ഗാഹുകളും പള്ളികളും ഈദ് നമസ്കാരത്തിനായി വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് എല്ലായിടങ്ങളിലും ഒരുക്കിയിരുന്നത്. പരസ്പര സ്നേഹത്തിന്റെ സന്ദേശം മുറുകെ പിടിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ദുബായ് മതകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും അൽമനാർ ഇസ്ലാമിക് സെന്ററുമാണ് ദുബായിൽ ഈദ്ഗാഹുകൾ ഒരുക്കിയത്. അൽഖുസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിൽ മൗലവി മൻസൂർ മദനിയും കിസൈസ് ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മൗലവി ഹുസൈൻ കക്കാടും ഈദ്ഗാഹിന് നേതൃത്വം നൽകി. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ മലയാളം ഈദ്ഗാഹിന് ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകിയത്. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ചവരെയും പലസ്തീനിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരെയും പ്രാർത്ഥനകളിൽ ഓർക്കണമെന്ന് പണ്ഡിതർ പറഞ്ഞു. കുവൈറ്റിലെ വളരെ വേദനാജനകമായ കേരളം തരിച്ചു നിൽക്കുകയാണ്. പല വീടുകളിലും ഇന്ന് പെരുന്നാളില്ല. അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്ന വീടുകളുടെ തന്നെ അയൽപ്പക്കത്തുള്ള നമ്മുടെ അമുസ്ലിം സഹോദരങ്ങൾ, കുറേ ആളുകൾ അങ്ങനെ ജാതിയും അതൊന്നും വ്യത്യാസമല്ലാതെ ഒരുപാട് ആളുകൾ വെന്തുരുകി അവിടെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ആശ്വാസം നൽകട്ടെ. ആ കുടുംബങ്ങളുടെ കണ്ണീർ തോരാ കണ്ണീരുകളാണ്. അവർക്കൊക്കെ നഷ്ടപ്പെട്ടത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ ഇനിയും അവരുടെ സ്വപ്നങ്ങൾ അവരുടെ കുടുംബത്തിന് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു മനക്കരുത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനകളിൽ പങ്കാളികളായത്. ഈദ് നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ആശ്ലേഷിച്ച് സാഹോദര്യം പങ്കുവച്ചു. അതേസമയം മാസപ്പിറവി കാണാത്തതിനാൽ ഒമാനിൽ നാളെയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുക. ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനോടൊപ്പം ടി ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്.